ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന്. അപ്പോൾ അതായത് നിങ്ങളെല്ലാവരും വിചാരിക്കും എന്താണ് ഈ സ്പെഷ്യൽ ഡേ എന്ന്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ അക്കുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന്, ഫെബ്രുവരി 11. അപ്പം ഇന്നാകുമ്പോൾ നമ്മുടെ അക്കുവിന് 13 വയസ്സാകുന്നു. അപ്പം നമ്മുടെ അക്കുവിൻ്റെ ബർത്ത്ഡേ. അപ്പം വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷങ്ങൾ കാണും. അപ്പം വലിയ ഇപ്പോൾ പോയതൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ആഘോഷിച്ചിന്, എങ്കിലും ചെറിയ രീതിയിൽ നമ്മളൊരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ അക്കു സ്കൂളിൽ പോകാനായിട്ടൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി രണ്ടുപേര് പോയിട്ടുണ്ട്, റയൻ ജുമാനായൊക്കെ പോയിട്ടുണ്ട്. രാവിലെ തന്നെ പോയി, എക്സാമും കാര്യങ്ങളൊക്കെ അടുത്ത് വരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളായിട്ടൊക്കെ അവർ, പിന്നെ സ്കൂളിൽ സെൻഡ് ഓഫ്, അങ്ങനെ കുറേ തിരക്കുമായിട്ടൊക്കെ നിൽക്കുകയാണ് അവർ. പിന്നെ അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം എൻ്റെ അക്കുവിന് വേണ്ടിയിട്ട്. എൻ്റെ അക്കുവിന് 13 വയസ്സായി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഫെബ്രുവരി 11 ആകുമ്പോഴത്തേക്കും നമ്മുടെ അക്കുവിന് 13 വയസ്സ്, അതായത് ഇന്ന് അക്കുവിന് 13 വയസ്സായി. അപ്പം വലിയ ആഘോഷങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ദുആയും ഉണ്ടായിരിക്കണം. എനിക്ക് മാത്രമല്ല, എനിക്കും എൻ്റെ കുട്ടികൾക്കും കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ദുആയും ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇക്ക പോയിട്ട് പിന്നെ ഞാൻ ആദ്യം ഫസ്റ്റ് എടുക്കുന്നൊരു വ്ളോഗാണ്. കാരണം 2-3 ദിവസമായിട്ട് ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പോയതിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് എടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയൊന്നും അല്ലായിരുന്നു, മൈൻഡൊന്നും ഓക്കെ അല്ലായിരുന്നു. ഇപ്പോൾ ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ബാക്കി ഉള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ അവൾക്ക് സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ അവൾക്കൊരു മുട്ടായി കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്, സ്കൂളിൽ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ കുറച്ച് മുട്ടായിയൊക്കെ വാങ്ങിക്കണം. അപ്പം എന്തായാലും ഞാനും കൂടെ പോയി ഒന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ. അങ്ങനെ കേസ് നമ്മുടെ അക്കു ഇതാ പോകാനായിട്ടൊക്കെ ഒരുങ്ങിയാണ്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുന്ന് ബർത്ത്ഡേ ആയിട്ട് നോക്കട്ടെ. അക്കുവിൻ്റെ വാപ്പു കൊടുത്ത ഡ്രസ്സാണ്. വാപ്പു എന്ന് പറയുമ്പോൾ ഇക്കയുടെ ഉമ്മ കൊടുത്ത ഡ്രസ്സാണ്. അപ്പം നമുക്ക് അക്കു റെഡി ആയതിന് ശേഷം കാണാം. റെഡി ആവുന്നതേ ഉള്ളൂ, താമസിച്ചെന്നതാ. അക്കുവിന് 9 മണിക്ക് USSൻ്റെ ക്ലാസ് ഉള്ളതുമാണ്. ഇതേണ്ട രാവിലത്തെ ഒരു ഇതാണ് കേട്ടോ. കാരണം ഇവിടെയൊക്കെ രാവിലെ എല്ലാവരും പോകുമ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന വരിക എല്ലാം വലിച്ച് വാരി ഇട്ടിട്ടാണ് പോകുന്നത്. ഇതുണ്ട് ഹാളിൽ കണ്ടോ ഫുഡ് കഴിച്ചതിൻ്റെത്. ഇതെല്ലാം ഇനി ക്ലീൻ ചെയ്യണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. എന്താണ് പറയാനുള്ളത് നമ്മളെ സബ്സ്ക്രൈബ്? അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. ബൈ ബൈ. പുതിയ ഡ്രസ്സാണ് ഇത്. ആര്യെന്ന ഡ്രസ്സാണ് ഇത്? വാപ്പാടമ്മ. വാപ്പാടമ്മ എന്ന് പറയാൻ വാപ്പു. ഈ ബാഗ് ഉണ്ട്, ഏകദേശം ഒരു 10-15 കിലോ വെയിറ്റ് വരുന്ന ഒരു ബാഗാണ്. ഇപ്പം നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇതാ നമ്മുടെ നക്കുവിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടേ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ബെമ്മസെല്ലാം വാങ്ങിയിട്ടുണ്ട്, ചവ്വരി, പാലും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പായസം വയ്ക്കാം. പിന്നെ നമ്മൾ കേക്കിന് ഓർഡർ ചെയ്തിട്ടുണ്ട്, രാത്രി എത്തത്തുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട്, അതപ്പം എന്താ പായസം വെച്ചാൽ ബ്രഹ്മസലി പായസമാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഉരുളി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. പിന്നെ അതിനകത്ത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പം നെയ്യിലിട്ട് വറുത്തെടുക്കണം. എന്നിട്ട് നമുക്ക് പാലൊഴിക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാമല്ലോ. മറ്റേ അടപ്രഥമനാണെങ്കിൽ കുറച്ച് താമസം ഉണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ എന്നാൽ എല്ലാവർക്കും, എനിക്ക് അടപ്രഥമനാണ് ഇഷ്ടം, മക്കൾക്ക് കൂടുതലും ഇതൊക്കെയാണ് ഇഷ്ടം, ഈ ബ്രഹ്മസലി പായസം. അപ്പോൾ ഞാൻ വെച്ചെങ്കിൽ അവരുടെ ഇഷ്ടം ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അത് വാങ്ങിയത്. അപ്പോൾ ചവ്വരി ഞാൻ ആദ്യം തന്നെ ഗ്യാസിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ നിറം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചവ്വരി വേവുന്നുണ്ട്. അപ്പോൾ പാലൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിത് 2 കവർ പാക്കറ്റ് പാലൊഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനിടയിൽ അതായത് പിന്നെ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കുറച്ച്.
അങ്ങനെ നമ്മുടെ പായസം എന്താ നല്ല തിള വന്നിട്ടുണ്ട്. അപ്പം പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 പാക്കറ്റ് പാലോളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ കൂടി വേവിച്ച് വെച്ചിരുന്ന ചൗരിയും ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വെന്തിട്ടില്ല, പക്ഷേ സംഭവം എന്താ തിള വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഞാൻ ഇടുന്നത് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മധുരം, അതായത് പഞ്ചസാരയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഇനി കുറച്ച് പാലും കൂടി വരും. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ സാധാ കവർ പാൽ അല്ലെങ്കിൽ പശുവും പാലാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇടാം. അപ്പോൾ അത് മുന്തിരിങ്ങ ഓൾറെഡി ഉണ്ട്, അണ്ടിപ്പരിപ്പ് മറ്റേ നമ്മുടെ തൊലി കൊണ്ടുള്ള ഭാഗം ഇതുണ്ടല്ലോ, അതായത് നമുക്കത് തൊലിച്ചെടുക്കേണ്ടി വരും, മറ്റേ സംഭവം ഇല്ല. അപ്പോൾ അത് തോടുള്ള ആ അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് അതും കൂടി ഇതിലേക്ക് നെയ്യിൽ വറുത്ത് ഇട്ടേക്കാം. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. സംഭവം ഇങ്ങനത്തതാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ കൂടുതലും വാങ്ങിക്കുന്നത് ഇങ്ങനെ തോടുള്ള അണ്ടിപ്പരിപ്പാണ്. പിന്നെ നമ്മൾ കുറച്ച് വാഴയ്ക്കപ്പവും വടയൊക്കെ വാങ്ങിച്ച് ചായക്ക് കടിയായിട്ട്. അങ്ങനെ കേസ് നമ്മളിതാ സ്കൂളൊക്കെ വിട്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ജുമാനുണ്ട്, റയാനുണ്ട്. പിന്നെ നമ്മളെ കേക്ക് ഇതുവരെ ആയിട്ടും എത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ അക്കുവിന് ബർത്ത്ഡേ ആയിട്ട് കേക്ക് മുറിക്കാൻ വിചാരിച്ചിട്ട് ഇതുവരെ ആയിട്ടും കേക്ക് എത്തിയിട്ടില്ല. സംഭവം പണിപ്പാളി എന്നാണ് തോന്നുന്നത്. ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടൂല. നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പോയില്ല, നിജാസ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം നിജാസ് വാങ്ങിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ പോയില്ല. എന്തായാലും നമ്മളെ കേക്ക് നിജാസ് കൊണ്ടുവരും. അപ്പം നമ്മളിങ്ങനെ അതും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ പായസം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, നമ്മുടെ പായസവും കേക്കും ഒക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ടൊക്കെ ആഘോഷിക്കുന്നതായിരിക്കും അല്ലേക്കോ. അപ്പോൾ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട്. അക്കുവിൻ്റെ ബർത്ത്ഡേ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് നമ്മളെ സബ്സ്ക്രൈബേഴ്സായിരിക്കും, ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം താങ്ക്സ്. അങ്ങനെ നമ്മളെ റയ്യാൻ്റെ കൂട്ടുകാരാണ് കേട്ടോ. അപ്പം ഫ്രണ്ട്സ് അവർ 2 പേര് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് 2 പേര് കയറി വരുന്നുണ്ട്. അപ്പം നമ്മളെ പായസം റെഡിയായിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയൊക്കെ ഞാൻ നെയ്യിൽ വറുത്ത് കോരി ഇട്ടിട്ടുണ്ട്. അപ്പം റയ്യാൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്ക് പായസം ഒഴിച്ച് കൊടുക്കണം കുട്ടിക്ക്. അപ്പം അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. അവർ വന്നത് വേറൊന്നിനും അല്ല, അവർക്ക് സ്കൂളിൽ സെൻഡ് ഓഫും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങുന്ന കാര്യമൊക്കെ പറയാനായിട്ടൊക്കെ വന്നതാണ്. പിന്നെ അപ്പം അവർക്ക് ഞാൻ പായസം വിളമ്പാനായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല മധുരവും നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾക്ക് 4 പേർക്കും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ റമീസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരാരും എത്തിയിട്ടില്ല. റമീസ് ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ അവന് ചായയൊക്കെ കൊടുത്തിട്ട് അവനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. എന്തിനായി നിൻ്റെ പഠിത്തമൊക്കെ എന്തിനായി? ഉറക്കവും മൊബൈൽ കളിയും മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ജോലി പറയുമ്പോഴത്തേക്കും താണെങ്കിൽ ഇതുപോലെ ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് പഠിക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് ജോലിയൊന്നും പറയൂല, പഠിക്കട്ടെന്ന് വിചാരിക്കും. A+ കാണാം. ഫുൾ A+ വാങ്ങിച്ചാൽ വാപ്പി ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഫുൾ A+ മേടിച്ചാലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ വാപ്പി വാങ്ങിച്ചു തരില്ല. റയാനാണ് വാങ്ങുന്നത്, റയാനെ കൊടുക്കും. നീയാണെങ്കിൽ. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ പോസ്റ്റിലും ലൈറ്റ് നല്ല അടിപൊളി ആയിട്ട് കത്തി കിടപ്പുണ്ട്. നല്ല വെട്ടമാണ് ഇങ്ങോട്ട് കയറി വരാനും. മറ്റേത് നല്ല ഇരുട്ടായിരുന്നു, ഇപ്പോൾ നല്ല വെട്ടമുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഉമ്മായും ഉപ്പായും സഹോദരനും അതുപോലെ തന്നെ നിജാസിൻ്റെ ഉമ്മായും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിതാ ഗിഫ്റ്റുകളായിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. അക്കുവിന് കൊണ്ടുവരും മക്കളെ, അവർ കേക്ക് എടുക്കാറുണ്ട്.
അങ്ങോട്ട് നോക്കിയാ അങ്ങോട്ട്. അപ്പൊ ലൈറ്റ് കത്തണ കണ്ണാടി ഇട്ടും കൊണ്ട് റയാൻ വാങ്ങിയതാണോ? അല്ലേ? അയ്യോ ഞാൻ എന്റെ അടുത്ത് നീ വാങ്ങിയതാ. ഞാൻ ഇതിപ്പോഴാണ് കാണുന്നത്. അയ്യോ എനിക്ക് തോന്നി നീ വാങ്ങിക്കൊണ്ട് അങ്ങനെ വാങ്ങിയതാ. നാളെ സെന്റ് ഓഫ് 10ാം ക്ലാസ്സില്. അപ്പോൾ കേക്ക് വന്നിട്ടുണ്ടല്ലേ ഗൈസ്. അപ്പോൾ കേക്ക് എത്തി, 2 ജോഡി ഡ്രസ്സൊക്കെ എത്തിയിട്ടുണ്ട്. വലിയ പരിപാടിയാണല്ലോ. എന്നാൽ കേക്ക് എടുക്കി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേക്ക് തിന്നാൻ വേണ്ടിയിട്ട് അല്ലേ? എല്ലാവരും കേക്കിനാണ് വെയിറ്റിങ്. ഇപ്പോൾ ഡ്രസ്സ് കാണാനൊന്നും എല്ലാവരും വെയിറ്റ് ചെയ്യണത്. കേക്ക് പൊട്ടിക്കുക, കേക്ക് തിന്നുക. അപ്പോൾ ഏതാണ് കേക്ക് നമുക്ക് തുറക്കുമ്പോൾ കാണിച്ചു കൊടുക്കുക അല്ലേ? ഇതൊക്കെ ഇങ്ങോട്ട് വെച്ചോ, സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വെച്ചോളൂ. ഓക്കേ, തിരുച്ചിന്ന് വരും, കോയമ്പത്തൂരിൽ നിന്ന് വരും, കന്യാകുമാരി സെൻസർ ഓൾറെഡി വരും. വണ്ടി സെൻസർ വരും. വണ്ടിക്ക് റിവേഴ്സ് സെൻസർ അങ്ങനെ നമ്മുടെ കേക്ക് ഇതാ എത്തിയിട്ടുണ്ട്. അപ്പം ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ കടയ്ക്കൽ പള്ളിമുക്ക് ത്രിവേണിയിൽ നിന്നാണ്. അപ്പം റെഡ് ബി കേക്കാണ്. Happy birthday to you. Happy birthday to you. Happy birthday Al-Rifana. Happy birthday to you. അടുത്ത മാസം 2 ബർത്ത്ഡേ. ഏപ്രിൽ 13, ഏപ്രിൽ 12. ഏപ്രിൽ 13 ഇത് ഏപ്രിൽ 13. അപ്പൊ ചക്കരയുടെ ഏപ്രിൽ 13, കൊച്ചിൻ്റെ ഏപ്രിൽ 12. 4 കഴിഞ്ഞിട്ട് കലണ്ടർ ഓൺ ആയോടെ ഡിജിറ്റൽ കലണ്ടർ. രസമുണ്ടല്ലേ? ബാക്കി കട്ട് ചെയ്തോളി ഞാൻ പറഞ്ഞുതരാം. ഉണ്ട് ഇവിടെ നിന്ന് ഓൺലൈൻ ഇങ്ങനെ കട്ട് ചെയ്തോ. അത് ബിസ്ക്കറ്റ് കൊടുത്ത ചോക്ലേറ്റ് ആണ്. അടുത്തോളി. ഇനി അത് ചെറുതാക്കി എടുത്താൽ ഓക്കെ. ഇനി അടുത്ത വേണമെങ്കിൽ അതേപോലെ ലെയർ കട്ട് ചെയ്യുക, വീണ്ടും സെറ്റ് ആക്കുക. ഗീസ് മുട്ടായി ഉണ്ട്, എനിക്കുണ്ടോ? അതെനിക്കുണ്ടോ? ചോക്ലേറ്റ് ആണ്. മുട്ടായി ഉണ്ട്, പായസം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ ഇതാ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചെറിയ രീതിയിലാണെങ്കിൽ പോലും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ അടിപൊളി കേക്ക് തന്നെയായിരുന്നു. കാരണം ഈ കേക്കിൻ്റെ ഒരു രൂപം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ടേസ്റ്റും മധുരവും, ഒരുപാട് മധുരമൊന്നും ഇല്ല, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് പിന്നെ നമ്മുടെ പായസമൊക്കെ വിളമ്പിയിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. പിന്നെ ഓരോ ഡ്രസ്സ് ഗിഫ്റ്റ് കിട്ടി, ഓരോ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് അവരിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു അക്കുൻ്റെ. പിന്നെ നമ്മുടെ കേക്ക് ഉണ്ടോ, അടിപൊളി, എന്നെ കാണാൻ തന്നെ നല്ല ലുക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.